എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർഡ് റീഡിംഗ് ആണ്. മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കാർഡ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസ്നേറ്റ് ആവണമെന്നില്ല. റെസ്നേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് ബാധകമായിരിക്കും. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓരോ കാർഡുകളിലേക്കുമായിട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യത്തെ കാർഡ് മാൻ അഥവാ പുരുഷൻ എന്ന കാർഡാണ്. ജീവിതത്തിൽ ആ കാര്യം എന്തായാലും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും അത് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടാനുള്ള ഒരു വെപ്രാളം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതാകാം. എങ്ങനെയെങ്കിലും നടന്നാൽ മതി. ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. മുൻപൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അതൊക്കെ നടന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ നോക്കിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പോഴെങ്ങനെയെങ്കിലും ഇത് നടക്കാതെ വയ്യ. മറ്റെല്ലാവരും നേടിയിരിക്കുന്നു, ഞാൻ മാത്രം നേടിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയും കൂടി വന്നു. വൈകുന്തോറും നിങ്ങൾക്ക് ക്ഷമ നശിച്ചിരിക്കുന്നു, നിങ്ങളുടെ സംസാരം തന്നെ കടുത്തിരിക്കുന്നു. പക്ഷെ ധൈര്യം പഴയതിലും കൂടുതലുണ്ട്. എങ്ങനെയെങ്കിലും സാധിക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. പെട്ടെന്ന് എടുത്തു ചാടി പെരുമാറാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള, എങ്ങനെയെങ്കിലും നേടിയാൽ മതി. പഴയ പോലെ വേണമെങ്കിൽ നടക്കട്ടെ, സമയമുണ്ടെന്നുള്ളതല്ല. കുറേ കാലം വെറുതെ ഇരുന്ന അതുകൊണ്ട് തന്നെ ക്ഷമ നശിച്ചൊരവസ്ഥയിലാണ് നിങ്ങളുള്ളത്. പക്ഷേ ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കാൽവെപ്പുകൾ പോസിറ്റീവാണ്. ഈ കാർഡ് പോസിറ്റീവാണ്. എന്തിനേയും നേരിടാനുള്ള ധീരമായ നിലപാട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം നടക്കുന്നതിൻ്റെ 50% പൂർത്തിയായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കത് നടത്തണമെന്നുള്ള ആഗ്രഹം അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് തന്നെ എത്തും. ധീരമായി മുന്നോട്ടുള്ള കാൽവെപ്പ് പൂർത്തിയായിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. വുമണാണ്, സ്ത്രീയാണ്. വലിയ തരത്തിലുള്ള വൈകാരികമായ ആത്മവിക്ഷോഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് മനസ്സിൽ. എങ്ങനെ, ഇനി എന്ത് ചെയ്യും, ഇനി ആരുണ്ട് ഇത് നടന്നില്ലെങ്കിൽ എന്നുള്ള ഒരു മനസ്സിലെ വിഷമമുണ്ട്. മനസ്സിലൊരു ഭാരം പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തനിക്കുണ്ടെന്നുള്ള ഒരു വേവലാതി അത് ഹൃദയത്തിലുണ്ട്. പക്ഷേ എങ്കിലും പഴയതിനേക്കാൾ കൂടുതൽ ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും എൻ്റെ ശക്തി എനിക്ക് അനുഭാവമായി എന്തെങ്കിലും ചെയ്തു നൽകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. സ്നേഹം, വാത്സല്യം, കരുണ, ക്ഷമിക്കാനുള്ള ഒരു കഴിവ്, പാടുപെടാനുള്ള കഴിവ്, എന്തിനും കഷ്ടപ്പെടാനുള്ള കഴിവ്. പണ്ടൊക്കെ ജോലി ചെയ്യുന്നതിനൊരു മടിയുണ്ടായിരുന്നു. ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചില്ല. മടി നിങ്ങളെ ചുറ്റിപ്പണഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ സ്ഥിതി അതല്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഘട്ടത്തിൽ നിന്നും എന്തും നേരിടാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇനി ചെയ്യണോ ആ കാര്യം നേടാൻ, അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സ് സജ്ജമായിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുഴപ്പം കൊണ്ട് ഇനി താൻ റെഡിയാകാനിട്ട്, അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്ന് അല്പസ്വല്പം വിട്ടുവീഴ്ച ചെയ്യാത്തതിൻ്റെ പേരിൽ വിജയിക്കാതിരിക്കേണ്ട എന്നൊരു മനസ്സ് വന്നിട്ടുണ്ട്. മുമ്പ് അതുണ്ടായിരുന്നില്ല. ആഗ്രഹങ്ങളിൽ ചെറിയ ചെറിയ വെട്ടിക്കുറവുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. മുമ്പ് ഇത് തന്നെ വിചാരിച്ചത് അത് തന്നെ നടക്കണമെന്നായിരുന്നു. പക്ഷെ കാലാതീതമായി കാലം കുറേ കടന്നു വന്നപ്പോൾ, കാലത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ നിങ്ങളും സ്വപ്നങ്ങളിലും ചെറിയ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. അത് വലിയൊരു വിജയമായിട്ട് മാറും. മുമ്പത്തെ പോലെ പിടിവാശി ഒക്കെ മാറ്റിയ പ്രവർത്തനമാണ്. അതായത് നിങ്ങൾ ഏകദേശം ഒരു 20% കൂടി മുന്നോട്ട് വരുന്നു. 70% ആ കാര്യം നടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്വമായ നിലപാട് വന്നിരിക്കുന്നു. അതാണ് ഇതിൽ കാണാനുള്ളത്. മൂന്നാമത്തെ കാർഡ് ലില്ലി എന്നൊരു പുഷ്പമാണ്. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ വിചാരിച്ചതിനും ഭംഗിയായി നടക്കുന്നു. സ്വപ്നം പൂവണിയുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുകയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ പൂവണിയപ്പെടുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരുപാട് നാളത്തെ മനസ്സ് ഇരിപ്പ്, ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്നതിനെക്കുറിച്ച് അഗാധമായ സംശയങ്ങളും ഭയവും ഉണ്ടായിരുന്നു. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന നിലയ്ക്ക് തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു
വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നു. സ്വപ്നത്തിലേക്ക് എത്തപ്പെടുകയാണ്. ഒരു കാര്യം സ്വപ്നം കാണുക മാത്രമല്ല, ഒരാഗ്രഹം മനസ്സിൽ വെക്കുക മാത്രമല്ല, ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരാർജവം ഉണ്ടായിരിക്കുന്നു. ആ ആഗ്രഹത്തിലേക്ക് പതുക്കെ പതുക്കെ എത്തുന്നു. ജീവിതത്തിൻ്റെ തുടക്കം മുതലുണ്ടായൊരു സ്വപ്നം, അത് പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു വന്ന് അതതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുമ്പോഴുള്ളൊരു ഘട്ടത്തിലാണ് നിങ്ങളുള്ളത്. മനസ്സിന് ഏറെ സന്തോഷം ഇനി തോന്നും. കാരണം മൂന്നാമത്തതും അവസാനത്തതുമായ ഘട്ടത്തിൽ എല്ലാം നേടുന്ന ഒരു ഘട്ടമാണ്. ഇവിടെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. ആ ശക്തി തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു കഴിവ് എന്ന് പറയുന്നത്. ആ ശക്തി നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ അപാരമാണ്. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തപ്പെടാനും അതിൽ വലിയ തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റം ഉണ്ടാകാനും ആഗ്രഹ സഫലീകരണവും സാധ്യമാകുന്നു. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്ന തലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അത് ഏറ്റവും സന്തോഷകരമായൊരവസ്ഥയാണ്. നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ, പ്രത്യേകിച്ച് ആദ്യം കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യുക.